ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. 2026 മാർച്ച് മാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച. കൊല്ലവർഷം 1201 ആണ്ട് കുംഭമാസം 24-ാം തീയതി മുതൽ 30-ാം തീയതി വരെയാണ് ഈ ആഴ്ച. ഈ ആഴ്ച 27 നക്ഷത്രക്കാർക്കും വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചാണ് വിചിന്തനം ചെയ്യുന്നത്. അതായത് 12 രാശികളിലായിട്ട് ഒരു രാശിയിൽ 2.25 നക്ഷത്രം അങ്ങനെ ഡിവൈഡ് ചെയ്ത് ആണ് അത് വിചിന്തനം ചെയ്തത്. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ ഏറ്റവും പ്രധാനം വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകാര്യങ്ങളാണ്. അതായത് ഭക്ഷണകാര്യങ്ങളിലും ദിനചര്യയുടെ കാര്യത്തിലും ഒക്കെ ഒരു ശ്രദ്ധ അനിവാര്യമാണ്. പലപ്പോഴും ചില തീരുമാനങ്ങൾ എടുക്കുന്നത് തെറ്റായി പോവുക. അതായത് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിക്കുന്നിടത്തോളം കരാർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നതും വാക്ക് പറയുന്നതും ഒക്കെ വളരെ സൂക്ഷിച്ചില്ല എന്ന് വരില്ല. എല്ലാവരും തന്നെ ഒരു പരിധിവരെ അവരൊരാൾ കഴിയാവുന്ന രീതിയിലുള്ള സാമ്പത്തിക ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളവരാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ചില നഷ്ടങ്ങൾക്ക് സൂചനയുണ്ട്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. അത് സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്കൊക്കെ ചില പുരോഗതികളൊക്കെ വന്നു ചേരുന്നതുമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ തടസ്സങ്ങളോ അലസതകളോ, ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർ വളരെ ശ്രദ്ധ, അതുപോലെ തന്നെ അധിക സമയം പഠനകാര്യങ്ങൾക്കായിട്ട് മാറ്റിവെക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം, സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട്. സഹോദര സ്ഥാനീയരിൽ നിന്ന് നല്ല സഹായങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യും. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനവും ഭാഗ്യവുമുള്ള ഒരു ആഴ്ചയാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരുകയും ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം, മംഗളകാര്യങ്ങൾ പങ്കെടുക്കുവാനും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ദാനധർമാദികൾ ചെയ്യുവാനും ഒക്കെ അവസരങ്ങൾ വന്നു ചേരും. എന്നിരുന്നാലും കുടുംബത്ത് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും കലുഷിതകളും ഒക്കെ സൂചകമായതിനാൽ ക്ഷമയും വിട്ടുവീഴ്ചയും അങ്ങേയറ്റം അനിവാര്യമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. അത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നവർക്കായാലും ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്കോ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കും ഒക്കെ അത് ബാധകമാണ്. ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് പാസ്സായി പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ ഈ ആഴ്ച അതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് യോഗമുള്ള ഒരു സമയമാണ്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം ദൈവാധീനമുള്ള സമയമാണ്. ഭാഗ്യസ്ഥാനത്ത് പ്രബല ഗ്രഹങ്ങൾ നിൽക്കുന്ന ഈ ആഴ്ച വളരെയധികം അഭിവൃദ്ധികൾ, തൊഴിൽപരമായിട്ടും ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും അഭിവൃദ്ധികൾ വന്നു ചേരും. മിഥുനം രാശിക്കാർക്ക് ദൈവാധീനമൊക്കെ ഉള്ളതിനാൽ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം, അതുപോലെ തന്നെ ഒരു വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ യോഗമുണ്ട്. വിവാഹം ആലോചിക്കുന്ന ദമ്പതികൾ, യുവതീ യുവാക്കൾക്ക്, ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കും. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുമെങ്കിലും അലസത മൂലം തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം. മേലധികാരികളുടെയും ഒക്കെ സഹപ്രവർത്തകരുടെയൊക്കെ നിസ്സഹകരണം സൂചകമാണ്. അലസത മൂലം കൃത്യനിഷ്ഠ പാലിക്കുക, സമയത്ത് തന്നെ ഡ്യൂട്ടിക്ക് ഹാജരാകുക, ഉത്തരവാദിത്തങ്ങളിൽ എപ്പോഴും ജാഗരൂകരായിരിക്കുകയും വേണം.
കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധ അനിവാര്യമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. ഭാഗ്യം ഒരു പരിധി വരെയൊക്കെ തുണയായിട്ട് ഉണ്ടാകും. അതായത് ശുക്രൻ്റെ അനുഗ്രഹമൊക്കെ ഉള്ള ഒരു ആഴ്ച ആയതിനാൽ വളരെയധികം ഈ കലാരംഗവുമായി ബന്ധപ്പെട്ട് വാഹന സംബന്ധമായിട്ടുമൊക്കെ നല്ല അഭിവൃദ്ധികളും യോഗങ്ങളും നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ സൂചകമാണ്. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. ഗൃഹസംബന്ധമായിട്ടും പൊതുവെ നല്ലതാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും തൊഴിൽ ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത ഏറ്റവും അനിവാര്യമായിരിക്കുന്ന സമയമാണ്. തൊഴിൽ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ടെൻഷനൊക്കെ തൊഴിൽ രംഗത്ത് ഉണ്ടായിട്ട് പെട്ടെന്ന് തന്നെ ഒരു മുൻകോപത്തോടുകൂടി ജോലി രാജിവെക്കുകയോ വേണ്ടെന്ന് വെക്കുകയോ അല്ലെങ്കിൽ മേലധികാരികളുമായിട്ട് കലുഷിതമായിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുവാൻ സൂചനയുള്ളതിനാൽ ഏറ്റവും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വളരെ അനിവാര്യമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങളൊക്കെ വന്നു ചേരും. ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പാസ്സാകുവാനൊക്കെ സാധിക്കും. വളരെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഉത്തമവുമാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. എന്നിരുന്നാലും ഒരു കാര്യവുമില്ലാതെ ശാരീരികമായ അസ്വസ്ഥതകൾ വന്നു ചേരുക. ഉദര സംബന്ധമായിട്ട് തലവേദന പോലെയുള്ള അസുഖങ്ങൾ, ശ്വാസസംബന്ധമായ അസുഖങ്ങൾ, ത്വക്ക് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു കാര്യവുമില്ലാതെ തന്നെ ചില അലർജികൾ മൂലമൊക്കെ വന്നു ചേരാതെ വളരെ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആഴ്ചയാണ്. അതായത് വളരെയധികം ക്ഷമ അങ്ങേയറ്റം വേണ്ട ഒരു ആഴ്ചയാണ്. ദാമ്പത്യ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പൊതുവെ വളരെ ദോഷം ഉള്ള സമയമായതിനാൽ കോടതി കയറുന്നതിനോ പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ കുടുംബജീവിതം കലുഷിതമാകുന്നതിനൊക്കെ സൂചനയുള്ളതിനാൽ അത് ജാതകാലൊക്കെ നല്ലതാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവർക്കൊക്കെ അത് ബാധകമാണ്. ഒരു കാര്യവുമില്ലാതെ ദീർഘനാളുകളായിട്ട് സന്തോഷകരമായ കുടുംബജീവിതം നയിച്ചവർക്ക് പോലും ചിങ്ങൻ രാശിക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ കലുഷിതകൾ ഉണ്ടാകാം. കുടുംബത്ത് പൊതുവെ ദൈവാധീനമൊക്കെ ഉള്ളതിനാൽ കുടുംബത്ത് പൊതുവെ സന്തോഷകരമായിരിക്കും. എന്നിരുന്നാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. സഹോദരങ്ങളുമൊക്കെ ആയിട്ടും മാതാപിതാക്കളുമൊക്കെ ആയിട്ടും മക്കളുമൊക്കെ ആയിട്ടും പരസ്പരം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ ഉണ്ടാകും. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുവാൻ യോഗമുണ്ട്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുകയും മനസ്സിനിണങ്ങിയ രീതിയിൽ സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് കന്നിരാശി. ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൊതുവെ ദൈവാധീനവും ഭാഗ്യവും നല്ലതുപോലെ ഉള്ള ഒരു സമയമാണ്. ഏതെങ്കിലും തരത്തിൽ കടബാധ്യതകളൊക്കെ ഉള്ളവർക്ക് കടങ്ങൾ വീടുക, നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീടിപ്പോകുന്നതിന് യോഗമുണ്ട്. മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുക, അത് വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിക്കുന്നിടത്തോളം വിവാഹം വന്ന് വാക്കാകാനൊക്കെ യോഗമുണ്ട്. അതുപോലെ ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ഗൃഹം വാങ്ങണമെന്നാഗ്രഹിച്ച് അതിനുവേണ്ടി ശ്രമിച്ച് നടക്കുന്നവർക്ക് ഒരു മനസ്സിനിണങ്ങിയ രീതിയിലൊരു ഗൃഹം വാങ്ങുന്നതിന് ഒത്തുവരുവാനോ പണി ആരംഭിക്കാൻ ഗൃഹത്തിന് പണി ആരംഭിക്കുവാനും ഒക്കെ അനുകൂലമാണ്. വാഹനം വന്നു ചേരുവാൻ യോഗമുണ്ട്. തൊഴിൽപരമായ അഭിവൃദ്ധികളും സൂചകമാണ്. എന്നിരുന്നാലും സാമ്പത്തിക കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങൽ ചെയ്യുന്നതും വാക്ക് പാലിക്കാൻ പറ്റാതെ വരിക, അത് കൊടുക്കുന്നിടത്തും വാക്ക് പാലിക്കാൻ പറ്റാതെ വരും. കിട്ടാനുള്ളത് കിട്ടാതെയും വരും. അപ്പോൾ എന്തായാലും മനസ്സിന് കലുഷിതമാകുവാനൊക്കെ വളരെ സൂചനയുണ്ട്. മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പ്രവർത്തിക്കുക. എന്നിരുന്നാലും അപ്രതീക്ഷിതമായ ചില ധന ആഗമന യോഗവും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങളും ഒക്കെ വന്നു ചേരുന്ന സുഖമായ ജീവിതം നയിക്കുവാനായിട്ട് വേണ്ട ദൈവാധീനവും ഭാഗ്യവും ഉള്ള ഒരു ആഴ്ചയാണ്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് അങ്ങേയറ്റം ഭാഗ്യവും ദൈവാധീനവും ഉള്ള ഒരു ആഴ്ചയാണ്. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകാം.
ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കും. അപ്രതീക്ഷിത ധനാഗമന യോഗം വന്നു ചേരും. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുന്നതിനും മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനും മനസ്സന്തോഷമുള്ള ഒരു സമയവുമാണ്. കടങ്ങളൊക്കെ വീടി വരുന്ന ഒരു സമയമാണ്. ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റൊക്കെ വന്നു ചേരുവാൻ യോഗമുള്ള ഒരു ആഴ്ച. അതുപോലെ തന്നെ ദമ്പതികൾക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർക്കും വിജയങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് കലാരംഗവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവരെ, പഠിപ്പിക്കുന്നവരെ, സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നവർക്ക് ധാരാളം പ്രോഗ്രാമുകളൊക്കെ കിട്ടുന്നതിനും പ്രസിദ്ധി വന്നു ചേരുന്നതിനും ധനം വന്നു ചേരുന്നതിനും ഒക്കെ യോഗമുണ്ട്. അത് വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരും, ആർക്കിടെക്റ്റേഴ്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്, എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ളവർ, അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഈ തുലാം രാശിക്കാർക്ക്. വൃശ്ചികം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധ അനിവാര്യമാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധ അനിവാര്യമാണ്. സംസാരവും നയവും ഒക്കെ ഉപയോഗിച്ച് ശത്രുക്കളെ പോലും കൂടെ നിർത്താൻ സാധിക്കുന്ന ഒരു സമയമാണ്. അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുണ്ടാകും. എന്നിരുന്നാലും തൊഴിൽ രംഗത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുക, ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കും. എന്നിരുന്നാലും പല രീതിയിൽ കുടുംബ അന്തരീക്ഷത്ത് വളരെ അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും പരസ്പരം ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ വിട്ടുവീഴ്ച അങ്ങേയറ്റം അനിവാര്യമാണ്. ഭക്ഷണകാര്യങ്ങളിലും അതുപോലെ തന്നെ പ്രായമായവർ, ഓരോ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവർ കൃത്യമായിട്ട് മെഡിസിൻ കഴിക്കുവാനൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അഷ്ടമത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു, 5-ാമിടത്ത് പ്രതിഭാസ്ഥാനത്ത് ശനി സ്ഥിതി ചെയ്യുന്നു. എന്നിരുന്നാലും കൂടെ ശനിയോടുകൂടെ ഉച്ചനായിട്ട് അവിടെ ശുക്രനൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. വാഹന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ, കലാകാരന്മാർ, ആർക്കിടെക്റ്റേഴ്സ്, കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പൊതുവെ അംഗീകാരങ്ങളും ഒക്കെ കിട്ടുവാനും ഒക്കെ യോഗവുമുണ്ട്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാട, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുള്ള ഒരു ആഴ്ച. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ഏത് കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും അതിനൊരു വിജയം വന്നു ചേരാം. എന്നിരുന്നാലും അലസത മൂലം തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനോ സ്വന്തം ജോലികൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക മൂലം നഷ്ടങ്ങൾ വന്നു ചേരുന്നതിനോ സൂചനയുള്ളതിനാൽ വളരെ കൃത്യനിഷ്ഠ വളരെ ഓരോ പ്രവർത്തനങ്ങളിലും വളരെ അത്യാവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. ഏത് രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും അതിനൊരു അഭിവൃദ്ധി വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും ഉണ്ടാകും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കുക. അധിക സാഹസികത പാടില്ല. വിജയങ്ങൾ വന്നു ചേരും. സ്വയാർജിതമായ തീരുമാനമെടുക്കാനും വിവേകബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുവാനും ഒക്കെ സാധിച്ച് നല്ല തീരുമാനങ്ങൾ എന്ന് എല്ലാവരും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ അത് അധിക സാഹസികമായ കാര്യങ്ങളിലേക്ക് മനസ്സും പ്രവർത്തികളും ഒക്കെ പോയാൽ അത് വലിയ നഷ്ടങ്ങളും പിന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ അത് വളരെയധികം ശ്രദ്ധിക്കണം. സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളൊക്കെ വന്നു ചേരും. ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് നല്ല വിജയങ്ങൾ വന്നു ചേരും. കടങ്ങളൊക്കെ വീടുന്നതിനും ഒക്കെ യോഗമുണ്ട് ധനാഗമന യോഗത്തോടുകൂടി. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് മകരം രാശി. മകരം രാശിക്കാർ വളരെയധികം ശ്രദ്ധ വേണം. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വാക്കിൻ്റെ സ്ഥാനത്ത് അധിക ക്രൂര പാപ ആഗ്നേയ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നതിനാൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുന്ന രീതിയിൽ വളരെ സോഫ്റ്റായിട്ടാണ് സംസാരിച്ചത് എന്ന് തോന്നാം. എങ്കിലും മറ്റുള്ളവരുടെ ശത്രുത ഉണ്ടാകാതെ നോക്കണം. ശത്രുക്കൾ വർദ്ധിക്കുന്ന ആഴ്ചയാണ്. അത് തൊഴിൽപരമായ കാര്യങ്ങളെയൊക്കെ ബാധിക്കാം, കുടുംബത്തെ ബാധിക്കും, സമൂഹത്തിൽ ഉള്ള പ്രവർത്തനത്തെ ബാധിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ, സമുദായ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരെ, മറ്റ് പൊതു സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ ചില സ്ഥാനമാനങ്ങളൊക്കെ കിട്ടേണ്ടതാണ്. എന്നാൽ അവരവരുടെ തന്നെ സ്വയംകൃത അനർത്ഥമായ ചില വാക്കുകളോ പ്രവർത്തികളോ മറ്റുള്ളവർ ശത്രുക്കൾ അത് ആയുധമാക്കുവാൻ സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുകയും വിജയങ്ങളൊക്കെ വന്നു ചേരും. കലാരംഗത്ത് സിനിമ, അഭിനയം, സീരിയൽ രംഗം, പരസ്യചിത്രങ്ങൾ, അങ്ങനെ നിരവധിയായ കലാരംഗവുമായി ബന്ധപ്പെട്ട് ജോലികളൊക്കെ ചെയ്യുന്നവർക്ക്
അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. കടങ്ങളൊക്കെ വീടും. ഈ ആഴ്ച ഏതെങ്കിലും തരത്തിൽ അപ്രതീക്ഷിതമായ ധനാഗമന യോഗവും പ്രതീക്ഷിക്കാവുന്ന ഒരു ആഴ്ചയാണ്. അതായത് കൊടുത്ത പണം കിട്ടാതെ ദീർഘനാളുകളായിട്ട് കിടക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ധനം കിട്ടുന്നതിനും യോഗമുണ്ട്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുള്ള ആഴ്ച. ഏതെങ്കിലും തരത്തിൽ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന വാർത്തകൾ കേൾക്കുന്നതിനും കാര്യങ്ങൾ സാധിക്കുന്നതിനും അതുപോലെ തന്നെ തൊഴിൽ പുരോഗതികൾ വന്നു ചേരുക, ധനാഗമന യോഗം ഉണ്ടാകുക, സ്വന്തം നാട് വിട്ടൊരു ജോലിക്ക് പോവുക, അവിടെ ചെന്ന് നല്ല ഉയർന്ന ശമ്പളത്തോടുകൂടി ജോലിയിൽ പ്രവേശിക്കുവാനും ലഭിക്കുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനും ഒക്കെ സൂചനയുണ്ട്. എന്നിരുന്നാലും ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര നല്ല ഒരു ആഴ്ചയല്ല. ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കുകയും പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുകയും ഒക്കെ വേണം. ചൂട് കൂടിയ സമയമാണ്. ചൂടില്ലാത്ത രാജ്യത്തിൽ നിന്ന് ഇത് കേൾക്കുന്നവരാണ് എങ്കിലും പൊതുവെ ഒരു ഉഷ്ണമായ അസുഖങ്ങളൊക്കെ ഉഷ്ണസംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ ഏത് വ്യക്തികൾക്കായാലും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. സംസാരം വളരെ ശ്രദ്ധിക്കുക. കലാരംഗവുമായി ബന്ധപ്പെട്ടുമൊക്കെ നല്ലതാണ്. അതായത് കലയുടെ കാരകനായിരിക്കുന്ന ശുക്രൻ ഉച്ചനായിട്ട് നിൽക്കുന്ന ഒരു ആഴ്ചയായതിനാൽ അത് വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർ, ഡിസൈൻ ചെയ്യുന്നവർ, ഗൃഹനിർമ്മാണം, വാഹനം, അതിനൊക്കെ അങ്ങേയറ്റത്തെ വിജയങ്ങൾ വന്നു ചേരും. മീനം രാശിക്കാരായിരിക്കുന്ന ഊർട്ടാതി 4-ാം പാദം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. എന്നിരുന്നാലും 7.5 ശനിയൊക്കെ ജന്മത്തിൽ സഞ്ചരിക്കുന്നു. അത് വളരെയധികം ശ്രദ്ധ അനിവാര്യമാണ്. സംസാരം കൊണ്ടും നയം കൊണ്ടുമൊക്കെ മറ്റുള്ളവരെ കൂടെ നിർത്തുവാനായിട്ട് സാധിക്കും. തേജസ്സും ഓജസ്സും ഒക്കെ വർദ്ധിച്ച് ആരോഗ്യപരമായ ഒരു കുഴപ്പങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണെങ്കിൽ തന്നെ അതൊക്കെ രോഗങ്ങളൊക്കെ മാറി ആരോഗ്യം തിരിച്ചു കിട്ടുകയും പ്രവർത്തന രംഗത്ത് സജ്ജമാകുന്നതിനൊക്കെ നല്ല സൂചനയുണ്ട്. എന്നിരുന്നാലും പൊതുവെ ഉണ്ടാകുന്ന ഒരു അലസത അത് ഒക്കെ മാറ്റിവെച്ച് കൂടുതൽ സമയം ഉന്മേഷത്തോടുകൂടി പഠനകാര്യത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നവരായാലും മറ്റ് തൊഴിൽ കാര്യങ്ങൾ ചെയ്യുന്നവരായാലും വളരെ ശ്രദ്ധയുണ്ടായാൽ അഭിവൃദ്ധികളും വിജയങ്ങളും വന്നു ചേരും. കുടുംബത്തെ പൊതുവെ നല്ല ഒരു സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമായ കാലം. വിദ്യാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്കും പരീക്ഷ എഴുതുന്നവർക്കും ഒക്കെ വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. അത് സ്വന്തം നാട് വിട്ടു പോകുന്നതിനും അവിടെ ചില ടെസ്റ്റുകളൊക്കെ എഴുതിയാൽ വിജയിക്കുന്നതിനും ജോലിക്കായിട്ട് പോകുന്നവർക്കും ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ച. അത് IT മേഖലയുമായി ബന്ധപ്പെട്ടോ മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ടോ ഒക്കെ വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. പൊതുവെ ഏതെങ്കിലും തരത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സ്വന്തം ഗ്രഹനില, വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ ഡേറ്റ് ഓഫ് ബർത്തും ടൈം വെച്ചുകൊണ്ട് ഗ്രഹനിലയൊക്കെ നോക്കുന്നതിനും അത് ഓൺലൈനായിട്ടും നേരിട്ട് വരുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വിവാഹ പൊരുത്തം നോക്കുന്നതിന്, വിവാഹ തടസ്സം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, തൊഴിൽ തടസ്സങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാൻ അവസരമുണ്ടായിരുന്നതാണ്. തൊട്ടടുത്തുള്ള ക്ഷേത്രം അത് എവിടെയാണോ ഏതാണോ അവിടെ പോയി പ്രാർത്ഥിക്കുക. യഥാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ഈ ചാനൽ നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അതുകൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.